പോഷൺ പക്കോടയുടെ ഭാഗമായി ഏപ്രിൽ 20 തിങ്കളാഴ്ച സംഘടിപ്പിക്കേണ്ട പരിപാടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം 4 പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പരിപാടി ബഡ്ജറ്റ് മെനു കുക്കിംഗ് കോമ്പറ്റീഷനാണ്. അങ്കണവാടി പ്രദേശത്തെ അമ്മമാര്, കൗമാരക്കാര് എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടത്. പ്രാദേശികമായി എളുപ്പത്തിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നേരത്തെ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുള്ള പാചക മത്സരമാണ് ഈ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഹാര പദാർത്ഥങ്ങൾ പാചകം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ചേരുവകളുടെ വിവരങ്ങളും പാചകക്കുറിപ്പും ഒരു ചാർട്ടിൽ തയ്യാറാക്കി കൊണ്ടുവന്ന് ആഹാര പദാർത്ഥങ്ങളോടൊപ്പം പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന തീമിൽ കുക്കിംഗ് കോമ്പറ്റീഷൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം 0 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വീടുകളിലേക്കുള്ള ഭവന സന്ദർശനമാണ്. കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനെ കുറിച്ച് രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുക, കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകൾ എന്നിവ നേരത്തെ തിരിച്ചറിയുന്നതിനും അവ സമയബന്ധിതമായി കൈകാര്യം ചെയ്യുന്നതിനും രക്ഷിതാക്കളിൽ അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ ഏർലി സ്റ്റിമുലേഷൻ ഫോർ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന തീമിൽ ഏർലി ഐഡന്റിഫിക്കേഷൻ ഡ്രൈവ് ഫോർ ട്രാക്കിംഗ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം പ്രീ സ്കൂൾ കുട്ടികൾക്കായിട്ട് ആക്ഷൻ സോങ് പരിപാടി നടത്തുകയാണ് വേണ്ടത്. അതായത് കുട്ടികളിൽ കളികളിലൂടെയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവിധ തരത്തിലുള്ള ആംഗ്യപ്പാട്ടുകൾ അഥവാ ആക്ഷൻ സോങ് കുട്ടികളെ പഠിപ്പിക്കുകയും അതിന്റെ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുകയുമാണ് ഈ പ്രവർത്തനത്തിലൂടെ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന തീമിൽ നൻഹേ കലാകാർ, റോൾ പ്ലേസ്, ഫോക്ക് ആർട്ട് ഡെമോൺസ്ട്രേഷൻസ്, പസിൽസ് ആൻഡ് ഡ്രാമ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. നാലാമത്തെ പ്രവർത്തനം 6-3 കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ക്യാമ്പാണ്. ഈ പ്രവർത്തനത്തിലൂടെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും ഉയരം, തൂക്കം എന്നിവ കൃത്യമായിട്ട് അളന്ന് വളർച്ചാ നിരീക്ഷണം നടത്തേണ്ടതും പോഷൻ ട്രാക്കറിൽ ഗ്രോത്ത് മോണിറ്ററിംഗിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. തുടർന്ന് വളർച്ചാ നിരീക്ഷണം നടത്തിയിട്ടുള്ള കുട്ടികളിൽ അണ്ടർ വെയ്റ്റ്, സ്റ്റെൻഡിങ്, വേസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികളെ തിരിച്ചറിയുകയും ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടതാണ്. ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന തീമിൽ സ്പെഷ്യൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ക്യാമ്പ് ഫോർ പ്രഗ്നന്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ 4 പ്രവർത്തനങ്ങളാണ് ഏപ്രിൽ 20 അംഗനവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പോഷൻ മാസ്റ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തെ പ്രവർത്തനമായിട്ടുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് വായിക്കാവുന്നതാണ്.